50ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പുറപ്പെട്ടു. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആദ്യ വിദേശ പരിപാടിയാണിത്. ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ജിഷ്ണു കൃഷ്ണനോട് വിവരങ്ങൾ നൽകാൻ. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. G7 ഉച്ചകോടിയെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭാരതത്തിൽ മൂന്നാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം, അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ യാത്രയാണിത്. നരേന്ദ്രമോദിയുടെ മൂന്നാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വിദേശയാത്ര, വിദേശ പരിപാടിയാണ് G7 ഉച്ചകോടിയും. അവിടെ ഈ G7 ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ, കൂടാതെ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ, ജപ്പാനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഈ G7 ഉച്ചകോടിക്കിടെ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ടുകൂടിയാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് എത്തുന്നത്. അവിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനയുമായുള്ള പ്രത്യേക ഉഭയകക്ഷി ചർച്ചയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഇറ്റലിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു.